രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അപ്പോൾ അതൊരിക്കലും ഞാൻ മനസ്സിലാക്കി, പലരും ചോദിച്ചിരുന്നു ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നതുകൊണ്ട് അത് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മുടെ പാർട്ടിയിലുള്ള കാൻഡിഡേറ്റ്സിനെ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇലക്ഷനെ അത് കൺവിൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും അത്തരമൊരു വിഷയം കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ ജനപ്രതിനിധിയെ സെലക്ട് ചെയ്യാനായിട്ട് സാഹചര്യമില്ല. കാരണം നമ്മളെ വാർഡിലൊന്നും ആരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരാരും അതിനെക്കുറിച്ച് ഒട്ടും ബോധോടെ ആയിരുന്നില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ രാവിലെ എണീക്കുമ്പോൾ കണി ഉണരുന്ന റോഡ് വൃത്തിയാക്കുക, അവിടെ റോഡിൻ്റെ ഫ്രണ്ടിൽ വേസ്റ്റ് ഇടാതിരിക്കുക, സ്ട്രീറ്റ് ലൈറ്റ് കത്തുക, തെരുവ് നായശല്യം ഒഴിവാക്കുക, വീട്ടിലെ ഡ്രെയിനേജ് പ്രശ്നങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള ഡെയിലി അവരെ ബാധിക്കുന്ന തരത്തിലുള്ള ഡെയിലി വരുന്ന പ്രശ്നങ്ങളാണ് അവർ കൂടുതൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ് വൈഡ് വാർത്തകൾ കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ല എന്നല്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ശബരിമല വിഷയം വളരെ നന്നായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭരണവിരുദ്ധ വികാരം നല്ല രീതിക്ക് ഇന്ന് കേരളത്തിൽ അങ്ങറ്റം ഇങ്ങറ്റമുണ്ട്. പക്ഷെ അതൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ അത് കൺസിഡർ ചെയ്തുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി കുറെ കൂടെ മുന്നേ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ ഈ ഒരു തീരുമാനം വന്നത് വളരെ വൈകിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർട്ടി ആ ഒരു തീരുമാനം എടുത്തത് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എന്താണ് സത്യം എന്താണ് കള്ളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരാളെ ഇത്രയേറെ വേട്ടയാടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് പോലും നമുക്ക് ആ രണ്ടാമത് വന്ന കേസിലൊക്കെ യാതൊരു തെളിവുകളും സബ്മിറ്റ് ചെയ്യാനായിട്ട് ആർക്കും തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ എന്താണ് സത്യം എന്താണ് കള്ളം എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരാൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഒരു തെളിവുകളുമില്ല, നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ പാർട്ടി അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കി തന്നെ ആയിരിക്കണം അത്തരത്തിലുള്ള തീരുമാനം അതൊക്കെ ആ ഒരു സമയത്ത് എടുത്തത്. കാരണം തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോൾ എന്തായാലും അത്തരത്തിലുള്ള തീരുമാനം എടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരു തീരുമാനം കറക്റ്റ് സമയത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒരു അതിജീവിത എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് കൺസിഡർ ചെയ്തിട്ട് തന്നെയായിരിക്കണം അത്തരം തീരുമാനം എടുത്തത്. മറ്റൊന്ന് നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഉപചോദ്യമായിട്ടുള്ളതാണ്, അപ്പോൾ വിട്ടുപോയൊരു ചോദ്യമാണ്. ഈ തമ്മിലടി ഇല്ല എന്നുള്ളത് വൈഷ്ണ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ KC വേണുഗോപാൽ പക്ഷം, VD സതീശൻ പക്ഷം എന്നിങ്ങനെ രണ്ട് പക്ഷമായി, മുമ്പ് AI എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ രണ്ട് പേരുകളിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാറുണ്ട്. അങ്ങനെ രണ്ട് പക്ഷത്തേക്ക് മാറിയിട്ടുണ്ടോ കോൺഗ്രസ് ഇപ്പോൾ? ഒരിക്കലും ഇല്ല. അങ്ങനെ രണ്ട് പക്ഷമൊന്നും നിലവിലെ സാഹചര്യത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരും തന്നെ ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തികളാണ്, ശ്രീ VD സതീശൻ സാർ ആയാലും ശ്രീ KC വേണുഗോപാൽ സാർ ആയാലും എല്ലാം. അപ്പോൾ അവരൊരിക്കലും പാർട്ടിയെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല, പണികളും അതിന് നോക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.